ഹലോ! ഇതാരാണ് ഈ സുന്ദരി? നമ്മുടെ കണ്ണടിച്ച് പോവുമല്ലേ? അത്ര മനോഹരമാണ് ഈ ജറബറ. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും ഗാർഡനിൽ ജറബറ സെയിലിനായിട്ട് എടുക്കാറില്ല. അന്ന് എടുത്താൽ തന്നെ അതുപോലെ വെറൈറ്റി ആയിട്ടുള്ളവ കിട്ടിയാൽ മാത്രമേ കൊണ്ടുവരാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ജറബറ നമ്മളെപ്പോഴും സെയിൽ ചെയ്യുന്ന ചെറിയ പ്ലാന്റ് അല്ല. അത്യാവശ്യം നല്ല വാഴ പോലെ വളർന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലെ കണക്കി നിൽക്കുന്ന വലിയ പ്ലാന്റ് ജറബറയാണ് കേട്ടോ. അപ്പോൾ പോട്ട് സൈസ് വ്യത്യാസമുണ്ട്. അത്രയും വലിപ്പവും അത്രയും ആരോഗ്യമൊക്കെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ റേറ്റുള്ള ഒരു പോട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പോട്ട് കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് കുഞ്ഞു പോട്ട് തൊട്ട് ജറബറ അവൈലബിൾ ആണ്. ആ ചെറിയ പോട്ടിന് തന്നെ നല്ല റേറ്റ് വരാറുണ്ട് ജറബറകൾക്ക്. അപ്പോൾ ഈ ഒരു മഴ ടൈമിലൊക്കെ നല്ല തണുപ്പൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് പൂട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ജറബറ പ്ലാന്റ്സ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു 2 കളറും സെയിലിനായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് നോക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ, ഉണ്ടെന്ന് സ്റ്റോക്ക് ഉണ്ടെന്നും പറഞ്ഞ്. കാരണം നമ്മുടെ ഗാർഡനിൽ ജറബറ പ്ലാന്റ്സ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാറില്ല. നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ തന്നെ വാങ്ങിക്കൊണ്ട് പോവാറാണ് പതിവ്. അപ്പോൾ ഇതിപ്പോൾ ഒരു മാമിന് വേണ്ടി എടുത്തതാണ്. നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും പ്ലാന്റ്സ് വാങ്ങുന്ന സോന മാമിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ജർബറ പ്ലാന്റ്സൊക്കെ മാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഗാർഡനിൽ പോകുമ്പോൾ ജസ്റ്റ് ഫോട്ടോസൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ റെയറായിട്ട് കിട്ടിയ ഒരു 2 പ്ലാന്റ്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ യെല്ലോയിൻ്റെ ഒരു പ്ലാന്റും കൂടി എൻ്റെ കയ്യിലുണ്ട്. ഒന്ന് സോന മാമിന് വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. അതല്ലാണ്ട് ഇതിൻ്റെ ഒരു യെല്ലോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വാഴ കണക്കെ വളർന്ന ജറബറയാണ്. അതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ തൈകളുണ്ടാവും കേട്ടോ. അതാണ് ഇത്ര ബുഷിയായിട്ട് നിൽക്കുന്നത്. 1 2 3 ഒന്നല്ല 2 3 തൈകൾ എക്സ്ട്രാ ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നടണമെങ്കിൽ അങ്ങനെ നടാം. പിന്നെ ഇത് തരുമ്പോൾ വലിച്ചു പറിച്ച് മാറ്റി അങ്ങനെയൊന്നും അല്ല കേട്ടോ തരുന്നത്. വലിയ പാക്കിംഗ് ആയിരിക്കും. അത്യാവശ്യം മണ്ണും കാര്യങ്ങളും കൂട്ടി തന്നെയാണ് അയക്കുന്നത് കേട്ടോ. ഇതാണ് മറ്റൊരു കളറ്. അപ്പോൾ മാം സെലക്ട് ചെയ്ത വേറൊരു കളറായിരുന്നു. ഒരു ചോക്ലേറ്റ് കളറായിട്ടാണ് മൊട്ട് നിർണ്ണയിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി ആണെന്ന് ഓർത്ത് എടുത്തു. പക്ഷേ പൂ വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞെട്ടിച്ച് കളഞ്ഞു. ചോക്ലേറ്റ് കളറല്ല, അതിലും അടിപൊളിയായിട്ടുള്ളൊരു കളറായിരുന്നു. പെറ്റൽസ് ഒരുപാടുണ്ട്. നല്ല സുന്ദരിയാണ് കേട്ടോ. നിങ്ങൾ ഡയറക്റ്റ് കാണണം. ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇതും മാമിന് വേണ്ടി എടുത്തതാണ്. പിന്നെ കോമൺ ആയിട്ടുള്ള ഓറഞ്ച് കളറൊക്കെ ഉണ്ടായുള്ളൂ. അത് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റികൾ ഇനി വരുവാണെങ്കിൽ എന്തായാലും കളക്ട് ചെയ്യും. ഇപ്പോൾ ഒരു യെല്ലോ നമ്മുടെ കയ്യിലുണ്ട്. ഇത് കണ്ടിട്ട് ആരാണോ താല്പര്യപ്പെടുന്നത്, വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അത് ആരാണോ താല്പര്യപ്പെടുന്നത് അവർക്ക് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും പോവരുത്. നമ്മുടെ ഒരു കലാത്തിയ, നമ്മുടെ ഗാർഡനിലുള്ള അഗ്ലോണിമ, അങ്ങനെ 2 3 വെറൈറ്റികൾ കാണിക്കാനായിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ കാറ്റലോഗിൽ ഇഷ്ടംപോലെ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാറ്റലോഗ് നോക്കി നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ്, അഗ്ലോണിമ അങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള, അതായത് പ്ലാന്റ്സിൻ്റെ ഒരു രൂപവും ഭംഗിയൊക്കെ വെറൈറ്റി ആയിട്ട് ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള കലാത്തിയാണ്. സാധാരണ നല്ല കുഞ്ഞു പോട്ടിൽ ബുഷിയായിട്ട് അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത കലാത്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം മഴ നല്ല തകൃതിയായിട്ട് പെയ്തിട്ടാണോ എന്നറിയില്ല. നിങ്ങളിപ്പോൾ ജറബറ കണ്ടില്ലേ, വാഴ പോലെ വളർന്ന ജറബറ, അതുപോലെ വാഴ പോലെ വളർന്ന കലാത്തിയാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. ചെറിയ പോട്ടിലാണ്. ഞാൻ ഈ ഫോറിനേഴ്സിൻ്റെ വീഡിയോസൊക്കെ കാണും കേട്ടോ. കുറച്ച് ഇതുപോലെ ഗാർഡനിങ് ഒക്കെ നടത്തുന്ന കുറച്ച് ആളുകൾ യൂട്യൂബിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീടിൻ്റെ അകം തന്നെ ഒരു കാടാക്കി മാറ്റിയേക്കുവാണ്. അപ്പോൾ കുഞ്ഞു പോട്ടിൽ, വളരെ ചെറിയ പോട്ടിലൊക്കെയാണ് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നത്. ആ പോട്ടിൽ നിന്നും വളരെ വലിയ പ്ലാന്റ്സ് ആയിട്ടാണ് എല്ലാം നിൽക്കുന്നത്. നല്ല രസമാണ് കേട്ടോ അത് കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കലാത്തിയ, വളരെ ചെറിയ പോട്ടിൽ വാഴ പോലെ വളർന്ന കലാത്തിയ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പോട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. കാരണം വളരെ ചെറിയ പോട്ടാണ്. അതിൽ നിൽക്കാൻ പോലും പറ്റണില്ല, അത്രയും വളർന്നു അത്. അപ്പോൾ പോട്ടോടുകൂടി അയച്ചു തന്നാലും ചില പോട്ടിൽ നിന്നൊക്കെ മാറിപ്പോകും. കാരണം അത്രയും വലിപ്പമുള്ള കലാത്തിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ കാണിച്ചു തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അത്രയും ഹെൽത്തി ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മൾ ചെറിയൊരു കലാത്തിയ പ്ലാന്റൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ എടുക്കും ഒരു ലീഫൊക്കെ അങ്ങനെ വന്ന് അത്രയും വലിപ്പം വെക്കാനൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കലാത്തിയ പ്ലാന്റ് നോക്കാം കേട്ടോ. ഇത് ഞാൻ കാറ്റലോഗിൽ കാർട്ട് ചെയ്തേക്കുന്ന കൊറോണ കലാത്തിയ എന്ന് പറഞ്ഞൊരു നെയിമിലാണ്
ഓരോ കലാത്തിയയ്ക്ക് അതിൻ്റേതായ കറക്റ്റ് നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊറോണ കലാത്തിയ എന്നുള്ളത് ഇതിൻ്റെ ഒരു വിളിപ്പേരാണ്. ഇതിൻ്റെ ഒറിജിനൽ നെയിം എനിക്ക് അധികം അറിയില്ല. അപ്പോൾ ഈ പോട്ട് നിങ്ങൾ നോക്കുക, ഒരു 2-3 ഷൂട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും നടാം, ഇതുപോലെ ബുഷിയായിട്ട് തന്നെയാണെങ്കിൽ അങ്ങനെയും ഇതാക്കാം കേട്ടോ. നിങ്ങൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് നോക്കി, എന്ത് വലിപ്പമാണെന്ന് അറിയാം. നല്ല ഹൈറ്റിലാട്ടോ നിൽക്കുന്നത്. കണ്ട പോട്ട് കണ്ടോ നിങ്ങൾ, വളരെ ചെറിയൊരു പോട്ട്. അപ്പോൾ പോട്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് അയച്ചു തരാൻ കഴിയും കേട്ടോ ഇത്. അപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഇത്രയും വലിപ്പമുള്ള കലാത്തിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം കൂടുതൽ ഹൈറ്റ് കുറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നല്ല ഹൈറ്റിൽ പോയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ചെറിയ കലാത്തിയ പ്ലാന്റ്സിന് തന്നെ നല്ല റേറ്റാണ്. അപ്പോൾ ഇത് നോക്കുക, അത് നല്ല പോലെ വളർന്ന് ശരിക്കും നമ്മൾ എത്രയോ മാസങ്ങൾ വെച്ചാലാണ് ഇത്രയും നല്ല അടിപൊളിയായിട്ട് വളരുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്നാണെങ്കിൽ ലീവ്സ് വരുന്നത്, ആ ലീവ്സ് വരുന്ന അനുസരിച്ച് ഈ ഒരു സംഭവം നല്ല ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ. നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത്രയും വളർന്ന് വലിപ്പം വെച്ചു എന്ന് വിചാരിച്ച് എക്സ്ട്രാ വലിയ ഒരു തുകയൊന്നും ഇതിൽ നമ്മൾ പറയുന്നില്ല. നമ്മുടെ കാറ്റലോഗിലുള്ള അതേ റേറ്റിൽ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. അല്ലാതെ വലിയൊരു പ്ലാന്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, വലിപ്പമുള്ള പ്ലാന്റ്സിന് ഇൻഡോറുകൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു റേറ്റ് അനുസരിച്ച് അത്യാവശ്യം ഒരു ഇതിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ നല്ലോണം ഉള്ളത് കൊണ്ടായിരിക്കാം, ഒരു നല്ലൊരു ഇതിൽ കിട്ടിയതുകൊണ്ട് നമ്മൾ വില വലിയ രീതിയിൽ കൂട്ടിയിട്ടൊന്നുമില്ല. കാറ്റലോഗിൽ കൊടുത്തേക്കുന്നത് ഇതിൽ തന്നെയാണ്. ഇത് കൊറോണ കലാത്തിയയുടെ വേറൊരു വെറൈറ്റിയാണ്. നല്ല അടിപൊളിയാണ്. നിങ്ങൾ കണ്ടോ, ഇതിൻ്റെ സെൻറ്ററിൽ നല്ല ഡിസൈനുകളൊക്കെ ഉണ്ട്. രണ്ടും നല്ല അടിപൊളി വെറൈറ്റി ആട്ടോ. ആദ്യം കാണിച്ചത് ഇതും നല്ല അടിപൊളി വെറൈറ്റിയാണ്. കണ്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്നൊരു സുവർണാവസരമാണ് കേട്ടോ. ഇനി ഇത്രയും വലിയ പ്ലാൻസ് ഒന്നും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടില്ല. അപ്പോൾ റേറ്റ് എത്രയാണെന്നറിയാം, കാറ്റലോഗിലുണ്ട് കേട്ടോ. ഇത് പ്ലാന്റ് കാറ്റലോഗിലുണ്ട്. കാറ്റലോഗ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, സ്ക്രീൻഷോട്ട് അയച്ച് ചോദിച്ചാലും മതി കേട്ടോ. അപ്പോൾ നല്ല വലിയൊരു പ്ലാന്റ് ആണ്. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണല്ലേ നമ്മുടെ കയ്യിലുള്ള കലാത്തിയ പ്ലാന്റ്സ് അല്ലെങ്കിൽ അഗ്ലോണിയം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല ബുഷിയായിട്ട് ഇതുപോലെ വളർന്ന് നിൽക്കുക എന്നൊക്കെ ഉള്ളൊരു സ്വപ്നമാണ്. അപ്പോൾ ദേ ആ ഒരു ഇത് സാക്ഷാത്കരിക്കാനായിട്ടാണ് ഈ പ്ലാന്റ്സ് വന്നിട്ടുള്ളത് പറയാം. ഇത് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ള പീക്കോ കലാത്തിയാണ്. എന്ത് ഭംഗിയാണല്ലേ, നല്ല ഗ്ലേസിങ് ഉള്ള ലീഫാട്ടോ ഈ പീക്കോ കലാത്തിയയിൽ വരുന്നത്. അപ്പോൾ ഈ പീക്കോ കലാത്തിയൊക്കെ വൈറ്റ് പോട്ടിൽ, ഇൻഡോർ പ്ലാന്റ്സ് കൂടുതലും ഭംഗി വൈറ്റ് പോട്ടിലൊക്കെ വെക്കുമ്പോഴാണല്ലേ. എന്നാലും അങ്ങനെയല്ല കേട്ടോ, ബ്ലാക്ക് പോട്ടും സൂപ്പറാണ്. പക്ഷെ എനിക്ക് കൂടുതലും വൈറ്റ് പോട്ടിൽ വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതേ പീക്കോ കലാത്തിയ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ. അതെ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നുമല്ല, നമ്മുടെ കയ്യിൽ മിക്ക പ്ലാന്റ്സും ഉണ്ട്. കാറ്റലോഗ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നല്ല അടിപൊളി ഫ്രഷ് പ്ലാന്റ്സ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ഒന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. സൂപ്പർ വൈറ്റ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുള്ളതാണ് നമുക്ക്. അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ.